നമ്മളെ അസ്വസ്ഥരാക്കുന്ന ചിന്തകളുടെ നിരന്തരമായ ആവർത്തനത്തെയാണ് ആദ്യം വിളിക്കുന്നത്. പ്രശ്നങ്ങൾ വന്നെത്തുന്നതിന് മുമ്പേ എൻ്റെ പലിശ മുൻകൂറായി ഈടാക്കുന്നത് പോലെയാണ് ഇത്. ഇതുപോലെയാണ് നമ്മൾ നാളെ എന്താകും ഇന്നിവിടെ എപ്പോഴും നാളത്തെ കാര്യം അല്ലെ ഇന്നലത്തെ കാര്യം നമ്മളെപ്പോഴും ചിന്തിക്കുന്നത്. ഇന്നലെ കഴിഞ്ഞു പോയ കാലത്തിൽ അല്ല വരാൻ പോകുന്ന കാലത്തിൽ. അതാണ് നമ്മൾ വൃദ്ധാശ്രമത്തിൽ ചെന്നാലും പല അമ്മമാരും എന്നെ അവർ നോക്കുന്നില്ല, ഇവർ നോക്കിയില്ല, അവരൊന്നും വേണ്ടിയില്ല, വന്ന് കണ്ടില്ല, അവരെൻ്റെ എഴുതി മേടിച്ച് ഇവരെൻ്റെ എഴുതി മേടിച്ച് ഈ 10 പൈസ തരുന്നില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്. അതിന് ഈ പറഞ്ഞുകൊണ്ടിരുന്ന് കരഞ്ഞുകൊണ്ട് നമുക്ക് നാമം ജപിക്കാനും പറ്റുന്നില്ല. ദുഃഖിച്ച് ഈ പരാതി തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക എപ്പോഴും. അത്രയും സമയം ജപിക്കുകയാണെങ്കിൽ അത് നമുക്കും ഗുണം. ഇനിയൊരു അറിവില്ലാത്ത കുഞ്ഞ് അടുത്ത തലമുറ ജനിക്കത്തുമില്ല. ഇപ്പം ജനിച്ച കുഞ്ഞിനും ഭാവിയിലൊരു മാറ്റം ഉണ്ടാകാം. ആ ഒരു രീതിയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നൊരു മനസ്സ് നമുക്കുണ്ടാകണം. ഇനി നമുക്ക് നാമം ജപിക്കാം. ഇതുപോലെ ഇനിയൊരു ജന്മം കിട്ടിയ അറിവുള്ള കുഞ്ഞുങ്ങളെ ജനിക്കാനുള്ള ഒരു ജന്മമായിരിക്കണം. ഒരു വൃക്ഷച്ചുവൻ്റെ വെള്ളമൊഴിച്ചാൽ അത് വേഗം വളരുകയും പൂതരികയും കാതരികയും ഫലം തരികയും ചെയ്യും. അതേ കണക്ക് വൃക്ഷത്തിൻ്റെ ശാഖയെ കൊണ്ട് വെള്ളമൊഴിച്ചാലോ വളരത്തില്ല, ഫലം തരത്തില്ല, പൂതരത്തില്ല. അപ്പോൾ അവരെയൊക്കെ ഓർത്തുകൊണ്ടിരുന്നാൽ നമ്മുടെ സമയം വേസ്റ്റ്, നഷ്ടക്കച്ചവടം. ഇത്ര വർഷം ഒരു പൈസയില്ല, കൂലിയില്ല, വിലയായിരുന്നു. കാരണം അതിന് ഫലമുണ്ടോ? ഒന്നുമില്ല. അത് മരുഭൂമി കൊണ്ട് കിളിക്കാണ്ടിരുന്ന വിത്ത് പോലാണ്, അല്ലെ പാറക്കല്ല് കൊണ്ട് കിളിക്കാണ്ടിരിക്കുന്ന വിത്ത് പോലാണ്. നല്ല വെള്ളത്തിൽ കളയേണ്ട വിത്ത് ഉപ്പ് വെള്ളത്തിൽ കൊണ്ട് കിളിക്കാണ്ടിരിക്കുന്ന പോലാണ്. അത് ഫലം തരത്തില്ല. ഈ ഒരു മനോഭാവമാണ് പലരും ഉള്ളത് നമുക്കൊക്കെ. പക്ഷെ അത് മനസ്സിലാക്കി ആ പരമാത്മാവിനെ സമർപ്പിച്ചുകൊണ്ട് ജപിക്കുക, ധ്യാനിക്കുക. അതേത് രീതിയിലും നമുക്ക് ഗുണങ്ങളുണ്ടാവുള്ളൂ. ട്രെയിനകത്ത് കയറിയിട്ടും തലയെ ചുവടും വെച്ചുകൊണ്ട് കരയാണ് ഒരാൾ. എന്തിനാ കരയുന്നത്? അയ്യോ എന്തോ ഒരു ഭാരം, ഈ ചുമക്കാൻ വയ്യ കരഞ്ഞുകൊണ്ടിരിക്കുക. മനുഷ്യ താത്ത് വയ്ക്കൂ. ഈ തല വെച്ചാലും താത്ത് വെച്ചാൽ ട്രെയിനല്ലേ ഭാരം വയ്ക്കുന്നത്, പിന്നെയും തല വെച്ചുകൊണ്ടിരിക്കുന്നത്. അത് എൻ്റെ ടിക്കറ്റ് എടുത്തുള്ളൂ, ഈ പെട്ടിയുടെ ടിക്കറ്റ് എടുത്തില്ല. അപ്പം അതിന് ഒരു ന്യായീകരണം കേട്ടിട്ടും വെക്കുന്നില്ല, അതിന് ന്യായീകരണം പറഞ്ഞിരിക്കുക. ഇതുപോലെയാണ് നമ്മൾ പലരും ഇങ്ങനെ എന്തെങ്കിലും ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ സൃഷ്ടിച്ച് ആ പ്രശ്നങ്ങളിരുന്ന് ജീവിക്കണം. പൈസ കൊടുക്കാതെ കിട്ടുന്നതല്ലേ, അത് പൈസ കൊടുക്കാതെ കിട്ടുന്ന ടെൻഷൻ ഫ്രീ ആയിട്ട് കിട്ടുകയല്ലേ. അപ്പോൾ ഇഷ്ടം പോലെ മേടിച്ച് കഴിക്കുക. ഇപ്പം നമ്മൾ എന്നിട്ട് ഇല്ലാത്ത രോഗങ്ങളെല്ലാം വരുത്തുക. നമ്മളെ കൊണ്ട് ഗുണമുണ്ടോ? പൈസ കൊടുക്കാതെ ഫ്രീ കിട്ടുന്നത് കൊണ്ട് എത്ര പണമാണ് നമുക്ക് നഷ്ടപ്പെടുന്നതെന്ന് അറിയുന്നില്ല. സമ്പത്തായ എത്രയോ രത്നങ്ങളാണ് ഈ കൽക്കരിക്ക് വേണ്ടി ഈ വൈരക്കല്ല് കൊണ്ട് കളയുന്നത്. കൽക്കരി മേടിക്കാൻ വൈരം വെക്കുക, അല്ലെ ചാരത്തെ മേടിക്കാൻ കൈരം കൊണ്ട് കൊടുക്കുന്ന പോലെ. അങ്ങനെയാണ് നമ്മുടെ ജന്മം നശിപ്പിക്കുന്നത്. സമുദ്രത്തിൽ നീന്ത് പഠിച്ചും തിരെ ആസ്വദിക്കുന്നു, അല്ലാത്തവൻ തിരയ്ക്ക് അടിമപ്പെട്ട് മരിച്ചെന്ന് വരാം. അപ്പം അതുകൊണ്ട് എപ്പോഴും ആധ്യാത്മം മനസ്സിലാക്കുമ്പോൾ നമ്മളെ പ്രശ്നങ്ങൾ നേരിടാൻ കഴിയും. ഒരു പരിധി വരെ 98% വരെ നമുക്കത് നേരിടാൻ കഴിയും. എല്ലാവർക്കും പ്രശ്നങ്ങളില്ലാത്ത ആരും ഉണ്ടാകത്തില്ല. പിന്നെ അതിൻ്റെ സ്വഭാവം ഇതാണ്, നല്ല സ്വീകരിക്കുക. ഒന്നി നേരിടുക, അല്ലെങ്കിൽ സ്വീകരിക്കുക. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ആധ്യാത്മം മനസ്സിലാക്കുമ്പോൾ സ്വീകരിക്കാൻ കഴിയും, നേരിടാൻ കഴിയും. എന്നത് രണ്ടും വരട്ടെ എന്നുള്ള ചിന്തയിൽ വെച്ച് പോകും. പക്ഷെ വെറുതെ ഇരിക്കില്ല, പ്രയത്നിക്കും എന്നുള്ളതാണ്. ആധ്യാത്മം പഠിക്കാതെ പോകുന്നവൻ ഡ്രൈവിങ് പഠിക്കാതെ വണ്ടി ഓടിക്കാൻ പോകുന്നവനാണ്. അപ്പോൾ എന്താ, വീട്ടിനെത്ത് വരെ നേരെ ഹോസ്പിറ്റലിലേക്ക് എത്തുന്നത്. വിധിയെ പഴിക്കുന്നത് എന്തിനാണ്? ഈ വിധമായത് എന്നോട് കർമ്മമാകാം. നമ്മുടെ കർമ്മം കൊണ്ടാണ് ഈ വിധം വന്നതെന്ന് വിധിച്ച് നിന്നെ നല്ല കർമ്മം ചെയ്യുക. ഉപ്പുള്ളതിനെ നല്ല ഒഴിച്ച് ഉപ്പിൻ്റെ കാഠിന്യം കുറയ്ക്കുന്ന പോലെ വീണ്ടും നല്ല കർമ്മം ചെയ്യുക. ശരി, തടുക്കാൻ പറ്റിയില്ല. പരീക്ഷിത് മഹാരാജാവിനെ നമുക്കറിയാം. പരീക്ഷിത് മഹാരാജാവിനെ പറയണം, ഇന്നേക്ക് 7-ാം ദിവസം തക്ഷകം കുത്തിയായിരിക്കും നിൻ്റെ മരണം എന്ന് പുറപ്പെടുവിക്കുകയാണ്. അതിനെ ജയിക്കാൻ വേണ്ടി പല പല മാർഗം നോക്കി അദ്ദേഹം പേടിച്ച് ഓടിപ്പോയി. ഒക്കെ തടസ്സങ്ങൾ വന്ന് പുള്ളി അത് രക്ഷപ്പെടാൻ സാധിച്ചില്ല. അപ്പോൾ പിന്നെയാണ് കടലിൽ പോയി കൊട്ടാരം കെട്ടിയിട്ട് ഭാഗവതം കേൾക്കുന്നത്. കേട്ട്
അവസാനം ദിവസമായപ്പോൾ വെള്ളത്തിൽ കൂടി ഒരു നാരങ്ങ ഒഴുകി വന്നു. അതിനെ എടുത്ത് നീയാണോ ദക്ഷം എങ്കിൽ കുത്തിക്കൊല്ല്, എന്നെ കുത്തിക്കൊന്നു പറഞ്ഞത് ദേഹത്തെടുത്ത് വയ്ക്കുക. എന്നിട്ട് ചിരിച്ചു ഹാന്ന് ചിറ്റുണ്ട വെച്ചത്. പെട്ടെന്ന് മിനിറ്റ് കൊണ്ട് പോഴും പാമ്പായി കൊത്തി മരിച്ചു. പക്ഷെ പേടിച്ച് ഭയന്ന് ഓടി കടലിൻ്റെ നടുക്ക് വീട് കെട്ടി താമസിച്ച ആള് പിന്നെ അതിനെ എടുത്ത് ദേഹത്ത് വെച്ച് കൊത്തിക്കുന്ന രീതിയായി. അപ്പോൾ എന്ന് ചിരിച്ചുകൊണ്ട് സ്വീകരിച്ചു. കരഞ്ഞുകൊണ്ട് പോയ ആള് ചിരിച്ചുകൊണ്ട് സ്വീകരിച്ചു. പക്ഷെ അവൻ ഒരിക്കലും മരിക്കുന്നില്ല. അവിടെ ജ്ഞാനം മനസ്സിലാക്കിയപ്പോൾ അവിടെ ജനമരണമില്ല. പിന്നെ ഒന്നിൽ എൻ്റെ കർമ്മം കൊണ്ട് എനിക്ക് വന്നെത്തിയതാണ്, സ്വീകരിച്ചേ പറ്റുള്ളൂ. പക്ഷേ ഉപരിയായിട്ട് അമരത്തിലേക്ക് തന്നെയാണ് പോയത്. മരിക്കുന്നില്ല. ശരിക്കുള്ള പുനർജന്മമാണ്, അമരത്തിലേക്കുള്ളതാണ് ഇത്. ആ ഭാഗവതം രചിച്ചപ്പോൾ അമരത്തിലേക്ക് ഉണർന്നു. നല്ല ഗുണങ്ങൾ നമ്മളിലേക്ക് വരുമ്പം നമ്മൾ മരിക്കുന്നില്ല, നമ്മളെന്നും ജീവിക്കുമെന്നാണ്. അധർമ്മം മനസ്സിലാക്കുമ്പോൾ പ്രശ്നങ്ങളുണ്ടാകും. പക്ഷേ ഈ ഒരു മനോഭാവത്തോടുകൂടി നമുക്ക് അതിനെ സ്വീകരിക്കാനോ അല്ല നേരിടാനോ നമുക്ക് സാധിക്കുമെന്നുള്ളതാണ്.